ചെയ്തു. ഈ ഗ്രഹം മുഴുവനും ഐസാണ്. എന്തിന് മേഘം പോലും തണുത്തുറഞ്ഞ അവസ്ഥയിലാണ്. ഡോക്ടർ മാൻ ഈ ഗ്രഹത്തിന്റെ സിഗ്നൽ ഭൂമിയിലേക്ക് അയച്ച ശേഷം ക്രയോ സ്ലീപ്പിൽ കിടന്നു. ഇപ്പോൾ കൂപ്പറും കൂട്ടരും എത്തിയതിനു ശേഷമാണ് അയാളെ ക്രയോ സ്ലീപ്പിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്നത്. ഇവരെ കണ്ടതും മാന് ഭയങ്കര സന്തോഷമാകുന്നു. അവരെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ശേഷം ഡോക്ടർ മാൻ ഈ ഗ്രഹത്തെക്കുറിച്ച് കൂപ്പറിനോടും കൂട്ടരോടും വിവരിക്കുന്നു. ഈ ഗ്രഹം തണുത്തുറഞ്ഞ ഒരു ഗ്രഹമാണ്. ഇവിടെ 67 മണിക്കൂർ ദൈർഘ്യമുള്ള ഡേയും 67 മണിക്കൂർ ദൈർഘ്യമുള്ള ുമാണ് ഉള്ളത്. അതുപോലെ ഗ്രാവിറ്റി ഭൂമിയുടെ ഗ്രാവിറ്റിയുമായി 80% സാമ്യമുണ്ട്. വെള്ളം ആൽക്കലി ആണെന്നും എയറിൽ അമോണിയ ഉണ്ടെന്നും രാത്രി പകലിനേക്കാൾ തണുപ്പാണെന്നും അതുകൂടാതെ അയാൾ കണ്ടുപിടിച്ച മറ്റു കാര്യങ്ങളെക്കുറിച്ച് അവരോട് ഡോക്ടർ മാൻ വിവരിക്കുന്നു. അപ്പോൾ ടാർസ് എന്ന AI റോബോട്ടിന് ഒരു മെസ്സേജ് ലഭിക്കുന്നു. അത് അമേലിയ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അതിൽ മർഫി ആയിരുന്നു. പ്രൊഫസർ ബ്രാൻഡ്, അതായത് അമേലിയയുടെ അച്ഛൻ മരിച്ച കാര്യവും പ്രൊഫസർ ബ്രാൻഡ് അവസാനം പറഞ്ഞ കാര്യങ്ങളുമാണ് അതിലുണ്ടായിരുന്നത്. അതായത് പ്ലാൻ A ഇല്ലായിരുന്നുവെന്ന്. അതൊക്കെ നിനക്ക് അറിയാമായിരുന്നല്ലേ അമേലിയ? ഭൂമിയിലുള്ള ഞങ്ങൾ എല്ലാവരും മരിക്കാൻ പോകുന്നു. നിങ്ങളുടെ കയ്യിലാണ് ഹ്യൂമൻസിന്റെ ഫ്യൂച്ചർ. ഞങ്ങൾ മരിക്കാൻ പോകുന്ന കാര്യം എന്റെ അച്ഛന് അറിയാമായിരുന്നോ എന്നൊക്കെ മർഫി ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് അമേലിയയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. കൂപ്പറിനും ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ കൂപ്പറിന് ഒരു കാര്യം മനസ്സിലായി. ഇനി ഒരിക്കലും ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. തന്റെ മക്കളെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല. ഇതൊക്കെ മുൻപേ അറിഞ്ഞിരുന്നുവെങ്കിൽ കൂപ്പർ ഒരിക്കലും ഈ മിഷനിൽ ജോയിൻ ആവില്ലായിരുന്നു. മരണമാണെങ്കിൽ പോലും തന്റെ കുടുംബത്തോടെ അയാൾ സന്തോഷത്തോടെ